കേന്ദ്ര ഗവൺമെന്റിന് കേരളത്തിന്റെ പ്രത്യേക ധന പ്രതിസന്ധിയെ അഡ്രസ് ചെയ്യാൻ പ്രത്യേക താല്പര്യമൊന്നും കാണില്ല. അതേത് സംസ്ഥാനത്താണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഒരു ബജറ്റ് കൊണ്ടുവരുമ്പോൾ ബജറ്റിൽ മര്യാദയ്ക്കുള്ള ട്രീറ്റ്മെന്റ്, അതായത് എല്ലാ സംസ്ഥാനങ്ങളും ഈക്വൽസ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു ട്രീറ്റ്മെന്റ് അനിവാര്യമാണ്. അത്തരമൊരു ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ടോ, നൽകിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അതിന് ഡീറ്റെയിൽഡ് ബജറ്റ് ഡോക്യുമെന്റ് നമ്മുടെ കരങ്ങളിൽ എത്തണം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ പറ്റണം. അത് ചർച്ചയിലായിരുന്നുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് എനിക്ക് കിട്ടി. ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് കിട്ടിയപ്പം ഒരുപാട് ഡീറ്റെയിൽസ് അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ കേരളത്തിന്റെ പേര് പറഞ്ഞ് SDRF എന്നോ NDRF എന്നോ ഒന്നും പറയുന്നില്ല എന്നത് ശരി തന്നെയാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആകെ ഈ ബജറ്റ് ഒരു ശരാശരി ബജറ്റിൽ താഴെയാണ് എന്ന് പറയാനാണ് താല്പര്യം. അങ്ങനെ ശരാശരി ബജറ്റിൽ താഴെയാണ് എന്ന് പറയാൻ എനിക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട്. അതൊക്കെ ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. ഉദാഹരണത്തിന് നമ്മുടെ GDP എത്ര കോടിയാണ്? ഇപ്പൊ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന GDP എന്ന് പറയുന്നത് 3,57,923 കോടിയാണ്. എന്ന് വെച്ചാൽ $3.5 ട്രില്യൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, രണ്ടാമതൊരു ഭാഷയെ പറയുകയാണെങ്കിൽ. അപ്പൊ ഈ $3.5 ട്രില്യൺ അതുമല്ലെങ്കിൽ 3,56,00,000-ലധികമുള്ള ഈ GDP എങ്ങനെയാണ് വിവിധ വകുപ്പുകൾക്കായി വിതരണം ചെയ്തിട്ടുള്ളത്? അങ്ങനെ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബജറ്റിന്റെ ക്വാളിറ്റി മനസ്സിലാകും. ബജറ്റ് എവിടെയൊക്കെയാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാകും. അതുപോലെ തന്നെ ബജറ്റിലെ ആകെ ചെലവ് എത്ര, ആകെ വരുമാനം എത്ര? ആകെ ചെലവായിട്ട് ഞാൻ കാണുന്നത് 50,65,345 കോടിയാണ്. 50,65,345 കോടി. അതായത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിനേക്കാൾ 7.3% വർധനവാണ് ബജറ്റിന്റെ സൈസിൽ അഥവാ ബജറ്റ് വഴിയുള്ള ചെലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന ആ ബജറ്റിനെയാണ് നമ്മൾ മറ്റു വകുപ്പുകൾക്ക് എങ്ങനെ കൊടുത്തു എന്ന് അന്വേഷിക്കുന്നത്. ബജറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ആമുഖമായും പ്രധാനമന്ത്രി പറഞ്ഞത് കൃഷിയാണ് ഒന്നാമത്തെ ഗ്രോത്ത് എൻജിൻ. അതുകൂടാതെ രണ്ടാമത്തെ ഗ്രോത്ത് എൻജിൻ ഏത്? അദ്ദേഹം തന്നെ പറഞ്ഞു, അത് MSME സെക്ടറാണ്. അപ്പൊ നമുക്ക് ഈ കൃഷി എന്ന ഒന്നാമത്തെ എൻജിനെ പറ്റി ആലോചിക്കാം. നമ്മൾ ഓർക്കണം, ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് 3 പ്രധാന പ്രതിസന്ധി ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പ്രതിസന്ധി അതിരൂക്ഷമായ തൊഴിലില്ലായ്മ, രണ്ടാമത്തേത് ഉയർന്ന വില നിലവാരം, പ്രത്യേകിച്ച് ഭക്ഷ്യവില നിലവാരം, അതുപോലെ തന്നെ മൂന്നാമത്തത് വളർന്നുകൊണ്ടിരിക്കുന്ന അസമത്വം. ഈ 3 പ്രശ്നങ്ങളും അഡ്രസ് ചെയ്യാനായിട്ട് ഈ ബജറ്റ് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നോക്കാനാണ് എനിക്ക് താല്പര്യം.